അടുത്ത അവാർഡിലേക്ക് നമ്മൾ കടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസത്തെ ഗോൾഡൻ റീൽസ് അവാർഡ്സ് 2023 ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് അടുത്തതായി നമ്മൾ സമർപ്പിക്കുന്നത്. അവാർഡ് ടൈറ്റിൽ ഞാൻ പറയട്ടെ സർ? യെസ്, ഒരു പക്ഷേ ബെസ്റ്റ് ആക്ടർ എന്ന നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ആക്ടറിനെ തന്നെയാണ് ഈ വേദിയിൽ നമ്മൾ അടുത്തതായി ആദരിക്കുന്നത്. ആൻഡ് ദ ടൈറ്റിൽ ഈസ് ഓഫ് കോഴ്സ് ബെസ്റ്റ് ആക്ടർ. അവാർഡ് സമർപ്പിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫീനിക്സ് ബാലകൃഷ്ണൻ സർ, തിലകൻ സൗഹൃദ സമിതി സംസ്ഥാന പ്രസിഡന്റ്. അതോടൊപ്പം ശ്രീ സുരേഷ് PN, തിലകൻ സൗഹൃദ സമിതി ട്രഷറർ. ശ്രീ ശ്രീകുട്ടൻ സർ, തിലകൻ സൗഹൃദ സമിതി സംസ്ഥാന സെക്രട്ടറി. മൂന്ന് പേരെയും വേദിയിലേക്ക് അവാർഡ് സമർപ്പിക്കുന്നതിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. തിലകൻ സൗഹൃദ സമിതിയുടെ പേരിൽ തന്നെ ഇങ്ങനൊരു പുരസ്കാരം ബെസ്റ്റ് ആക്ടറായിട്ട് അലൻസിയറിന് കൊടുക്കുമ്പോൾ ഞാൻ പേര് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അലൻസിയറിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർ, വേദിയിലേക്ക് വന്നാലും തിലകൻ ചേട്ടൻ്റെ കാലത്തിന് ശേഷമൊക്കെ അപ്രഭാളിയിലൂടെ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മുൻപ് ലീല ചേച്ചി പറഞ്ഞ പോലെ നാടകത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ നിന്നൊക്കെ തന്നെ വന്നെത്തുക എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ ചാരുത കൊണ്ടും അഭിനയിച്ച കഥാപാത്രങ്ങളുടെ ശക്തി കൊണ്ടും ഒക്കെ തന്നെയാണ് അലൻസിയർ എന്ന നടനെ ഇന്ന് നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ ബെസ്റ്റ് ആക്ടർക്കുള്ള പുരസ്കാരം ജേതാവാക്കി മാറ്റുന്നത്. അലൻസിയറിനെ അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാം, മനസ്സിലാക്കാം. Golden Reels Awards 2023 Best Actor Award goes to Alencia Le Lopez. Golden Reels Awards 2023 Best Actor Alencia for his mesmerizing performance in several character roles in Malayalam cinema. നല്ലൊരു കൈഡി നൽകി തന്നെ അദ്ദേഹത്തെ ഈ ഒരു നിമിഷം നമുക്ക് ആദരിക്കാം. ഗോൾഡൻ റീൽസ് അവാർഡ്സ് 2023 ഭാഗമായി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ആൻസർ രണ്ട് വാക്ക് പ്ലീസ്. ഞാൻ ഈ ബാഗ് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാവും? എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് മാത്രമേ പറയാവൂ എവിടെ പോയാലും, അധികം ഒന്നും പറയണ്ട. അധികം പറഞ്ഞാൽ നിങ്ങൾ കേസിൽ കൊടുക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് കേസായി. ഈ അവാർഡ് ഇപ്പോൾ വാങ്ങിയപ്പോൾ പോലും ഞാൻ അത് നോക്കിയത് അത് ആൺപ്രതിമയാണോ പെൺപ്രതിമയാണോ എന്നാണ്. ഞാൻ അതിനകത്ത് എന്തിനാണ് എനിക്ക് ഈ പെൺപ്രതിമ വേണ്ട എന്ന് പറയുന്നിടത്ത് എന്തിനാണ് ഈ സമൂഹത്തിന്, സൊസൈറ്റിയോട് ഞാൻ എന്ത് സ്ത്രീവിരുദ്ധതയാണോ പറയുന്നത്? ഞാൻ പറയുന്നത് സ്ത്രീകളെ അങ്ങനെ ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കരുതെന്നാണ്, അവരെ ആദരിക്കണമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ത്രീ ശരീരത്തെ മാത്രം ഇങ്ങനെ ശില്പമായിട്ടും ചിത്രമായിട്ടും വരച്ചു വയ്ക്കുന്നത്? ഞാൻ ഈ പ്രതിമ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ ഭാര്യയ്ക്കും സമർപ്പിക്കുന്നു. നന്ദി.